പഞ്ചാബ്, മഹാരാഷ്ട്ര കോഓപ്പറേറ്റീവ് ബാങ്ക് തട്ടിപ്പ് നമുക്കറിയാമല്ലോ. എത്രയോ പേരുടെ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ട് മരിച്ചു പോയതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടന്നിട്ടില്ലേ? യെസ് ബാങ്കോ അതും വലിയ തട്ടിപ്പായിരുന്നു. അങ്ങ് അമേരിക്കയിൽ സിലിക്കൺ വാലി ബാങ്ക് അവിടെയും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്ന ബാങ്കുകളിൽ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവരുടെ പണമല്ല നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് തട്ടിപ്പ് നടന്നു ബാങ്ക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻഷുറൻസ് പ്രകാരം നമുക്ക് എത്ര പണം ലഭിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു 30 ലക്ഷം രൂപ ഇങ്ങനെ തട്ടിക്കപ്പെടുന്ന ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്ര പണം കിട്ടും? താഴത്തെ ക്വിസ് അപ്പിയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.